നിന്റെ പണി ഞാൻ കഴിക്കടാ തെണ്ടി. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കുട്ടികളെ. അയ്യടാ നിന്ന് കുണുങ്ങുന്നുണ്ടല്ലേ. ഇപ്പൊ ക്ലിയർ ആയി. എന്ത്? ഷീ ലവ്സ് മീ, വഹ് മുझसे प्यार करती है. ये मेरा प्रेम पत्र पढ़कर ये तुम नाराज ना होना, ये तुम. അയ്യപ്പൻ നായർ, അയ്യപ്പൻ നായരില്ലേ? എന്താ? ഞാൻ തഹസീൽദാരുടെ ഓഫീസിൽ നിന്നാ. ഒരു നോട്ടീസ് ഉണ്ട്. നോട്ടീസ്? ഇതിന് നോക്കട്ടെ. ദാ ഇവിടെ. ആ അതെ. എന്താ അത്? മോളി ഒന്ന് വായിച്ചേ. എന്താ? എന്താന്ന് നോക്കട്ടെ മാധവി. ആനയെ ജപ്തി ചെയ്യാനുള്ള നോട്ടീസാ. 10 മാസത്തെ കുടിശ്ശിക 7 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ ആനയെ ജപ്തി ചെയ്യുമെന്ന്. ഇതെവിടെ പോയിരിക്കുക മോളെ? അച്ഛൻ എന്തിയെ? ആ ഞാൻ കണ്ടില്ല. അച്ഛൻ എവിടെ പോയി? നോക്കൂ, എവിടെ പോയണാവോ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. മാധവി, ഇവള് നമ്മളെ വിട്ടു പോവോ? നിനക്കറിയോ മാധവി, ആരാന്റെ ആനകളുടെ പാപ്പാനായി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അന്നും ആനകളെയൊക്കെ കൈമാറുമ്പോ ഉടമസ്ഥരെക്കാൾ വേദനിച്ച് ഞാനാ. എന്റെ കാർത്തികയില്ലേ, നമ്മുടെ മോള്, അവളെപ്പോലെ തന്നെയാ എനിക്കിവളും. അയ്യപ്പൻ ആശാൻ പേടിക്കാണ്ടിരിക്കുക. ഓഫീസിൽ ജപ്തി നോട്ടീസ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കല്ലേ. ആഫീസിൽ വെറുതെ ഇരിക്കുമ്പോ ഓരോന്ന് എടുത്ത് അയച്ചിട്ട് മനുഷ്യൻ ഇറങ്ങാറാക്കല്ലേ. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. 3ാമത്തെ നോട്ടീസാ. സർക്കാർ കാര്യമല്ലേ, എത്ര നോട്ടീസ് വേണമെങ്കിലും വന്നോട്ടെ, നമുക്കൊരു തടയിട്ട് കൊടുത്ത പോലെയാണ്. ഇയാൾ എന്ത് കൊരങ്ങളി കളിക്കണേ? അല്ലാശനെ, നമുക്ക് തഹസിൽദാർക്ക് കുറച്ച് രൂപ കൊടുത്താലോ? അതിനയാൾ കാശ് മേടിക്കോ? അയാള് നേരിട്ട് വാങ്ങിക്കില്ല. അയാളുടെ അനിയൻ തമ്പിക്കുഞ്ഞിന്റെ കൊണ്ടുകൊടുത്ത കാര്യം നടക്കും. അത് ശരിയാ. അയ്യപ്പൻ ആശാൻ ഒരു 500 രൂപ ഒപ്പിച്ച് എന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. 500 രൂപ ഞാൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കാനാ? എവിടെന്നെങ്കിലും ഉണ്ടാക്കിയാൽ പറ്റൂ, അല്ലെങ്കിൽ ആനയായിട്ട് അവര് പോവും. ആഹാ, ഇതേ വലിയ ശല്യായിട്ട് ഇവിടെ ജീവിതം വഴിമുട്ടി വെക്കുക. ഞാനിവിടെ സംസാരിച്ചപ്പോ ഇത് ഇളകി, അത് അറിയാതെ അറിയാണ്ട്. പേപ്പട്ടിയെ കടിച്ചു മരിച്ചു. പട്ടിയെ കടിച്ചു മരിച്ചോ? അയ്യോ അല്ല, പേപ്പട്ടി കടിച്ചു മരിച്ചു. ഓ നല്ല പുത്രൻ. വേറെ വായിക്കടാ. കുവൈറ്റിൽ നിന്നും എണ്ണ ലഭിക്കില്ല. വേണ്ടടാ, ആർക്ക് വേണം അവന്റെ എണ്ണ? നമുക്ക് പാമോയിൽ കിട്ടിയാ പോരടാ. തമ്പിക്കുഞ്ഞേ, ഒരു മിനിറ്റ്. അമ്മജി, ഇത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോഴേ നമ്മുടെ അയ്യപ്പൻ നായർ ആനയെ ജപ്തി ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് കിട്ടി. ലോൺ അടക്കണ്ടെന്ന് ഒരു ഉദ്ദേശവും ഇല്ല, അടക്കണം തന്നെയാ. പിന്നെ എന്താ, കുറച്ച് ദിവസം വേണം, ഒരു 4-5 ദിവസം ഈ പാവത്തിന് വേണം. ബുദ്ധിമുട്ട് എല്ലാവർക്കും വരുന്നതല്ലേ. അമ്മച്ചിക്ക് അത് മനസ്സിലാകും. ഉള്ള കാര്യം പറയാമല്ലോ. അമ്മച്ചിയുടെ മോനാണ് തഹസീൽദാരെങ്കിലും അമ്മച്ചിയുടെ ദയയും സഹാനുഭൂതിയും കൈപ്പുണ്യൊന്നും അമ്മച്ചിയുടെ മോന് കിട്ടിയിട്ടില്ല. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. വേറൊന്നും പറയരുത്, അമ്മച്ചി ഞങ്ങളെ സഹായിച്ചേ പറ്റൂ.
ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കൈകൊണ്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മക്കളെ. ഒന്നും മോഹിച്ചിട്ടല്ല. ഈ കാശ് ഞാൻ വാങ്ങണത് നിങ്ങളുടെ ഒരു ധൈര്യത്തിനാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കയ്യിൽ കാശുള്ളവർ സർക്കാരിൽ നിന്ന് കടം മേടിക്കോ? ഇല്ല. അവനൊരു നോട്ടീസ് അയച്ചാൽ മതി, മറ്റുള്ളവർ വിഷമം അറിയണ്ടല്ലോ. ഇതൊക്കെ മോളി ചെല്ലുമ്പോ എണ്ണി എണ്ണി ചോദിക്കും. മേലാൽ ഇത്രയും ശുപാർശയായിട്ട് എന്റെ മുമ്പിൽ വന്നു പോരുത്. സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. അണ്ടർസ്റ്റാൻഡ്? പൊയ്ക്കോ. ഇത്രയും നാളായിട്ട് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂസ്ലെസ്. കാശ് അമ്മച്ചിയുടെ കൊടുത്ത വിവരം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും പേടിക്കാനില്ല. പിന്നെ ചേട്ടൻ നിങ്ങളുടെ മുമ്പ് ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കില്ല. ചിലപ്പോൾ ചൂടായെന്നും ഇരിക്കും. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. ആ, ഒരു കാര്യം, ചേട്ടൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും. അതിന്റെ അർത്ഥം എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു എന്നാണ്. ആ, എന്താ നോട്ടീസ് കിട്ടിയില്ലേ? ഉവ്വ് സാർ, കിട്ടി. ഇവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അണ്ടർസ്റ്റാൻഡ്? ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് തന്ന ആന എന്റെ തറവാട്ട് വകയൊന്നുമല്ല, അത് സർക്കാരിന്റെ വകയാ. എത്രയും പെട്ടെന്ന് കാശ് അടച്ചില്ലെങ്കിൽ അതിനെ ഞങ്ങൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. എന്താ ചിരിക്കുന്നത്? ഈ വേഷവും ആനയും കൂടി കണ്ട ആരാ ചിരിക്കാത്തത്? ഇഷ്ടായില്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല. എങ്കിലും ആനയും കൊണ്ട് നടക്കുമ്പോ മാഷിന്റെ ആദ്യത്തെ ആ വേഷമില്ലേ, അതാ നല്ലത്. ആ മുറിക്കയ്യും ഷർട്ടും മുട്ടുവരെയുള്ള മുണ്ടും, ഹായ്, അതാ സ്റ്റൈൽ. അതാണാ സ്റ്റൈല്? അയ്യേ. ഏതായാലും ഈ സ്റ്റൈലിൽ നടക്കുന്ന ഒരു ആനക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആ, അത് പോട്ടെ, ഈ ആനയുമായി ഒറ്റയ്ക്ക് എവിടേക്കാ? അയ്യപ്പനാശാൻ പറഞ്ഞു മാഷ് ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോന്ന്. മോളെ മെരുക്കി എടുക്കാമെങ്കിൽ പിന്നെയാണോ ആന? ഞാൻ ഇഞ്ഞു കൊണ്ടുപോകുന്നു. പുറത്തു കയറണം? വേണ്ട. പുറത്തു കയറാം? അയ്യോ വേണ്ട. അയ്യോ വാ. വേണ്ട. ഒന്നുമില്ലെന്നേ. എനിക്ക് പേടിയാ. ഒന്നും പേടിക്കാനില്ല. വേണ്ട. എന്റെ അടുത്തോട്ട് നിന്നോ. ആനയെ നമ്മളെ പോലെ മനുഷ്യരല്ലേ? എനിക്ക് തൊടണം? പേടിയാ. തൊടണം? വേണ്ട. തൊട്ടോ? കണ്ടോ? തൊട്ടോ? അയ്യോ, പേടിക്കാതെ. എനിക്കറിയേണ്ടത് ഇതാ, ട്യൂഷൻ പഠിപ്പിക്കാൻ വരുന്ന മാഷെ ആരെങ്കിലും വീട്ടിൽ കയറ്റി താമസിച്ച ചരിത്രമുണ്ടോ? ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. നീ പോയി നിന്റെ കാര്യം നോക്ക്. ഇത് എന്റെ കാര്യം തന്നെയാ. ഞാൻ കെട്ടാൻ പോകുന്നൊരു പെണ്ണായി വീട്ടിലുള്ളത്. അയ്യടാ, അവളെ കെട്ടാൻ പോണ കാര്യം നീ മാത്രമാണ് തീരുമാനിച്ചാ മതിയാ. അമ്മായി, നീ വിചാരിക്കുന്ന പോലെ അല്ല വാസുവാ മാഷ്. എത്ര നല്ലവനാന്നറിയോ? പിന്നെ കാർത്തിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അവൾ ഒരു ആണിന്റെ മുഖത്ത് നോക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇവനെ പറഞ്ഞ് ബോധിപ്പിക്കുന്ന എന്തിനാ? ദേ എനിക്കിത് കേൾക്കുമ്പോഴാ, ദേ അമ്മായി, ഞാൻ ഇവിടെ വരുന്ന പോലും ഈ അമ്മാവന് ഇഷ്ടമല്ല. ഹോ, ഇപ്പോഴെങ്കിലും നിനക്കിത് മനസ്സിലായല്ലോ. എന്തിനാ അവനെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? നീ വരൂ വാസു, കാപ്പി തരാം. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന എന്തിനാണ് ഇപ്പൊ നേരെ? ഏതായാലും വന്നതൊക്കെ വന്നു. ഇനി ഇതിൽ നിന്നും കര കയറാനുള്ള ഒരു കോളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ. ഉവ്വേ, സമയം തെളിഞ്ഞിട്ട് മൂപ്പരിപ്പോ കിരീടവും ചൊങ്കലും പിടിച്ചല്ലേ നടക്കാൻ പോണേ. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി ഇവിടെ. എന്താണാവോ അടുത്ത തരികിട? തരികിടയും പപ്പടോടെ ഒന്നും അല്ലേ ചേച്ചി. ഈ ആനയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു ജോലി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതെന്താ? ചേച്ചി, ഈ ആനയും കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട്. വേണ്ട, ഇവിടെ പറയും. ആ അങ്ങനെ ഒരു ജോലി ഉണ്ട്. അയ്യപ്പൻ നേരെ ആ ചെവി കിട്ടാട്ടു. നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്താ? കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാട്ടോ. എന്താ ഇപ്പൊ നേരെ? എനിക്കൊരു ചുക്കിലിടൂ. താ കാര്യം പറ. ആ ആ